എങ്ങനെ അറിയാം ഒരു വ്യക്തിയിൽ ദൈവിക ജ്ഞാനം നിറഞ്ഞിട്ടുണ്ടെന്ന്? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രകാശം ഒരു വ്യക്തിയിലുണ്ട് എന്ന് എങ്ങനെ അറിയാം? നമ്മൾ കണ്ടു ജ്ഞാനം 1:4. ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കില്ല, പാപത്തിനടിമയായ ശരീരത്തിൽ വസിക്കില്ല. അപ്പം ജ്ഞാനം നിറഞ്ഞൊരു വ്യക്തിക്ക് കപട ഹൃദയം ഉണ്ടാവില്ല, ശരീരം പാപത്തിന് അടിമയായിരിക്കില്ല. അപ്പോൾ നമുക്കിന്ന് തീരുമാനിക്കാം, എനിക്ക് ശരീരത്തിലും മനസ്സിലും ആത്മാവിലൊന്നും ജഡിക പാപം വേണ്ട. ജഡികതയുടെ അതിപ്രസരത്തിൽ കുടുങ്ങിപ്പോകരുത്. വി ഷുഡ് ബി ഏബിൾ ടു സ്റ്റാൻഡ് സ്ട്രോങ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വിശുദ്ധിയുടെ ഒരു ജീവിതം എനിക്ക് നയിക്കണം. ശുദ്ധതയുടെ, ചാസ്റ്റിറ്റിയുടെ ഒരു ജീവിതം എനിക്ക് നയിക്കണം. ലസ്റ്റിൻ്റെ, ജഡികാസക്തിയുടെ ഒരു ജീവിതം വേണ്ട. റോമ 8:12 പറയുന്നു, ആകയാൽ സഹോദരരെ, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. സാത്താനും ദുഷ്ടാരൂപികളും പല പ്രലോഭനങ്ങളും തരും. ജഡത്തിന് കടപ്പെട്ടവരാന്ന് നമ്മുടെ ചെവിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ട്. പക്ഷേ നമ്മൾ ഉറച്ചു വിശ്വസിക്കണം, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം, വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ ഹെഡിങ് തന്നെ പക്വത പ്രാപിക്കാത്തവർ. അപ്പോൾ പൗലോസ്ലീഹ പറയാണ്, സഹോദരരെ, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ പൗലോസ്ലീഹ ഇവരുടെ അടുത്തേക്ക് വരികയാണ്, ആത്മീയ മനുഷ്യരോട് എന്ന പോലെ ഇവരോട് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ പൗലോസ്ലീഹ പറയും, എനിക്ക് സാധിച്ചില്ല, ആത്മീയ മനുഷ്യരോട് എന്ന പോലെ നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചില്ല. ജഡിക മനുഷ്യരോട് എന്നതുപോലെയും ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ പൈതങ്ങളോട് എന്നതുപോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ നമ്മൾ പൈതങ്ങളാവരുത്, തിന്മയുടെ കാര്യത്തിലാണ് പൈതങ്ങളാവേണ്ടത്. ചൈൽഡിഷ്നെസ് അല്ല നമുക്ക് വേണ്ടേ, ചൈൽഡ് ലൈക്ക്നെസ്. അപ്പോൾ പൗലോസ്ലീഹ പറയാണ്, ജഡികരോട് എന്ന പോലെ എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ടി വന്നു. എന്താ ചെയ്യുക? പൈതങ്ങൾ വളരെ ലൈറ്റായിട്ടുള്ള ഫുഡാണ് കഴിക്കുക. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് അറിവും കാര്യങ്ങളും അങ്ങനെയൊക്കെ പറ്റുള്ളൂ. പക്വത വന്നവർ ഗുരുവായ നല്ല സോളിഡായിട്ടുള്ള ഫുഡ് കഴിക്കും. 1 കൊരിന്തോസ് 3:2 പറഞ്ഞിട്ടുണ്ട്, ഗുരുവായ ഭക്ഷണം കഴിക്കാൻ ശക്തരല്ലാതിരുന്നതിനാൽ നിങ്ങൾക്ക് ഞാൻ പാൽ തന്നു, ഇപ്പോഴും നിങ്ങൾ ആ അവസ്ഥയിലാണ്. ഗുരുവായ ഭക്ഷണം കഴിക്കാൻ ശക്തരല്ല. ജഡികരായിട്ട് ജീവിക്കുമ്പോൾ ആത്മീയമായിട്ടുള്ള നല്ല സോളിഡ് ഫുഡ് കഴിക്കാൻ നമുക്ക് ശക്തി ഉണ്ടാവില്ല. 3:3 എന്തെന്നാൽ നിങ്ങളിപ്പോഴും ജഡിക മനുഷ്യർ തന്നെ. നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരും സാധാരണക്കാരുമല്ലേ. അപ്പോൾ ഈ ജഡികരായിട്ട് ജീവിക്കുന്നവരുടെ ഒരു പ്രത്യേകതയാണ്, അവരുടെ ഇടയിൽ എപ്പോഴും അസൂയ ഉണ്ടാവും, എപ്പോഴും തർക്കം ഉണ്ടാവും. അപ്പോൾ ഇതൊരു ചെക്ക് പോയിൻ്റാണ്. നിങ്ങളുടെ ഇടയിൽ അസൂയുണ്ടോ, തർക്കമുണ്ടോ? ചെക്ക്. നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരല്ലേ. 2 കൊരിന്തോസ് 10-ാം അധ്യായം 3-4 തിരുവാക്യങ്ങൾ. പൗലോസ്ലീഹ പറയാണ്, ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. നമുക്ക് ഈ മാംസമുണ്ട്, പക്ഷേ ജഡിക പോരാട്ടമല്ല നമ്മൾ നടത്തണേ. ഒരു ഫ്ലഷ്ലി പോരാട്ടമല്ല, ആത്മീയ പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. മനുഷ്യന് ശരീരം മാത്രമല്ല, ആത്മാവുണ്ട്. ഈ ആത്മാവാണ് ശരീരത്തെ സജീവമാക്കുന്നത്. അപ്പോൾ നമ്മൾ ജഡിക പോരാട്ടമല്ല നടത്തുന്നത്, നമ്മൾ പോരാട്ടത്തിലാണ്, സമരസഭയിലാണ്. പക്ഷേ ഈ സമരം ചെയ്യുമ്പോൾ, പോരാട്ടം നടത്തുമ്പോൾ അത് ജഡിക പോരാട്ടമല്ല നമ്മൾ നടത്തേണ്ടത്, ജഡിക ആയുധങ്ങളല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ അറ്റ്വൺസ് ഒരു ജഡിക സൊല്യൂഷന് നമുക്ക് വരണമെങ്കിൽ ജഡിക മനുഷ്യനാണ്. സൊല്യൂഷൻസ്, പരിഹാരങ്ങൾ, ജഡിക പരിഹാരങ്ങളല്ല വരണ്ടേ. ജഡിക പോരാട്ടമല്ല നമ്മൾ നടത്തുന്നത്. 10:4 എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല. നമ്മുടെ സമരായുധങ്ങൾ ജഡികമായിരിക്കരുത്. ജഡികമായിട്ടുള്ള ആയുധം ഉപയോഗിച്ചിട്ടല്ല നമ്മൾ സമരം ചെയ്യേണ്ടത്. ജഡികമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് അസൂയ വരുന്നത്, തർക്കം വരുന്നത്.